ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്. ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ടൈം ടേബിൾ എഴുതിയിരുന്നത്. തീർക്കാൻ പറ്റും, പക്ഷേ കുറച്ച് മടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു 1-2 ക്ലാസ്സുകളിലായിട്ട് അത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഹെഡിങ് ഞാൻ ഒരുമിച്ചങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഫുള്ള് തീർക്കണം എന്ന് പറഞ്ഞ് എഴുതിയത്, പക്ഷെ നടന്നില്ല. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് പ്രധാനമായും 4 വിധമുണ്ട്. സെൻറ്റൻസ് എങ്ങനെയാണ് പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിന് പിന്നെ നമ്മൾ പല ക്രൈറ്റീരിയയും വെച്ചിട്ട് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് ആ ടൈപ്സിൻ്റെ പേര് പഠിക്കാം. 1 അസേർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, 2 ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, 3 ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, 4 എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ ഏതൊക്കെയാണ്? അസേർട്ടീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇതിൽ തന്നെ ആദ്യത്തേത് അസേർട്ടീവ് സെൻറ്റൻസ്. ഇവ പ്രസ്താവനകളാണ്. ഇതിൽ ആദ്യത്തെ അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പ്രസ്താവന, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെല്ലാം സബ്ജക്റ്റിലാണ് തുടങ്ങുന്നത്. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. അപ്പം നമുക്കറിയാം സെൻറ്റൻസിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കില്ലേ, ഒരു സെൻറ്റൻസ് തുടങ്ങിയ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോഴും ബാധകം തന്നെയാണ്. പക്ഷേ ഇവിടെ സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. സബ്ജക്റ്റിൽ എന്ന് എടുത്തു പറയാൻ കാര്യം, നമുക്കിനി മറ്റുള്ള സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്നുണ്ട്, വേർബിൽ തുടങ്ങുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇത് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു എങ്കിൽ അതിനെ നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. സാധാരണ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നതാണ് അല്ലേ. സബ്ജക്റ്റ് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി അസേർട്ടീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ സബ്ജക്റ്റ്, ഈസ്റ്റ് കഴിഞ്ഞുള്ള ഫുൾ സ്റ്റോപ്പ്, ഈസ്റ്റ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് വരുന്നുണ്ട്. അത് വീഡിയോ എടുത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ സൺ ഉള്ളത് സബ്ജക്റ്റ്, ഇവിടെ ബോയ്സ് പ്ലേ കണ്ടോ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, കാർ. അപ്പോൾ സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇനി ഇതിനെ രണ്ടായിട്ട്, അസേർട്ടീവ് സെൻറ്റൻസിനെ രണ്ടായിട്ട് തിരിക്കുന്നു. അഫർമേറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്. അഫർമേറ്റീവ് സെൻറ്റൻസ് മീൻസ് പോസിറ്റീവ് സെൻറ്റൻസ്, അതായത് അതിനൊരു പോസിറ്റീവ് മീനിങ് ആയിരിക്കും. രണ്ടാമത്തത് നെഗറ്റീവ് സെൻറ്റൻസ്, അതിനൊരു നെഗറ്റീവ് മീനിങ്, നമ്മൾ വരില്ല, പോകില്ല, അങ്ങനെ നെഗറ്റീവ് മീനിങ്. ആദ്യം അഫർമേറ്റീവ് സെൻറ്റൻസ് നോക്കാം. പറഞ്ഞല്ലോ പോസിറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം. നെഗറ്റീവ് സെൻറ്റൻസും കൂടി നോക്കുള്ളൂ. ഐ ആം ബിസി എന്ന് പറയുമ്പോൾ അത് അഫർമേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആയി. ഇനി അത് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഐ ആം നോട്ട് ബിസി നൗ. ഹീസ് ആബ്സെൻറ്റ്, ഹീസ് നോട്ട് ആബ്സെൻറ്റ്. നോട്ട് ആബ്സെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ്. പക്ഷേ ഹീസ് പ്രസൻറ്റ്, നോട്ട് ആബ്സെൻറ്റ് മീൻസ് ഹീസ് പ്രസൻറ്റ്. പ്രസൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അഫർമേറ്റീവായി പോകും. ഐ വിൽ കം ടുമാറോ, അത് നമുക്ക് ഐ വോണ്ട് കം ടുമാറോ എന്നാക്കാം. ഇനി കുറച്ച് നെഗറ്റീവ് വേർഡ്സ് നോക്കാം. നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോർ, നെവർ, നോബഡി, നൺ, നോ വൺ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഇവയാണ് 16 നെഗറ്റീവ് വേർഡ്സ്. നമുക്ക് 16 നെഗറ്റീവ് വേർഡ്സ്. ഈ നെഗറ്റീവ് വേർഡ്സിൽ കോമൺ ആയിട്ട് വരുന്ന 2 വാക്കുകളാണ് ലിറ്റിൽ, ഫ്യൂ. നമ്മൾ കോമൺ ആയിട്ട് പലയിടത്തിലും കാണുന്നുണ്ട്. പക്ഷേ എപ്പോഴും നോക്കണം, ലിറ്റിൽ, ഫ്യൂ ഇവ വന്നാലാണ് ഇത് നെഗറ്റീവ്. പക്ഷേ ചിലയിടങ്ങളിൽ എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് വരാറുണ്ട്. എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് വരാം. അങ്ങനെ എ കൂടെ വരുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് മാറും. ഹീസ് പ്രസൻറ്റ്, അത് അസേർട്ടീവാണ്. നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മളിത് നേരത്തെ പറഞ്ഞു. ഹീസ് നോട്ട് പ്രസൻറ്റ് നെഗറ്റീവാണ്, കാരണം നോട്ട് വന്നു. ഹീസ് നോട്ട് ആബ്സെൻറ്റ്, അവൻ ആബ്സെൻ്റ് അല്ല, ദാറ്റ് ഈസ് പ്രസൻറ്റ്, ബട്ട് ദ സെൻറ്റൻസ് ഈസ് നെഗറ്റീവ് ബിക്കോസ് നോട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. ഇനി നമുക്കിനിയിപ്പോൾ കുറേ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് തരും. ഞാൻ
ഒരു ആപ്പിലെ വീഡിയോ കണ്ടാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യമാണ്. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ആയിട്ട് ദാനിന് ശേഷം നത്തിങ് വന്നാൽ സെൻറ്റൻസ് പോസിറ്റീവാണ്. ദാനിന് ശേഷം നത്തിങ് വന്നാൽ സെൻറ്റൻസ് പോസിറ്റീവാണ്. അതായത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പം നത്തിങ് കണ്ടുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ദാനിന് ശേഷമാണ് വന്നത്. ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ടൈമിൽ വരാറുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇപ്പോൾ ഇതിൽ ആ ക്വസ്റ്റ്യൻസ് ഞാൻ കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സാറിന്. അപ്പോൾ സാർ അതിലെ ആൻസറും പറഞ്ഞു. അപ്പോൾ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മാത്രം എഴുതിയെടുത്ത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തതാണിത്. നമുക്കൊന്നാലും നോക്കാം. ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് അഫർമേറ്റീവ് ഓർ നെഗറ്റീവ്. ഇത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ദേ ആർ ബ്രദേഴ്സ്, അതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ്. ദർ ഈസ് ലിറ്റിൽ ഷുഗർ. ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ് വേർഡാണ്. സോ അത് നെഗറ്റീവ് സെൻറ്റൻസ്. ദർ ഈസ് എ ലിറ്റിൽ ഷുഗർ. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. ദർ ആർ ഫ്യൂ പീപ്പിൾ, അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എ ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. എ ഫ്യൂ പോസിറ്റീവാണ്. എ ലിറ്റിൽ പോസിറ്റീവാണ്. നമ്മൾ മുകളിൽ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ദാൻ കഴിഞ്ഞ് നത്തിങ് വന്നുകൊണ്ട് സെൻറ്റൻസ് പോസിറ്റീവ്. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഇപ്പം നത്തിങ് വന്നു, സോ നെഗറ്റീവ്. ഹി ഹാർഡ്ലി വിസിറ്റേഴ്സ്. ഹാർഡ്ലി വന്നു, അപ്പോൾ നെഗറ്റീവ്. ഹി ഈസ് ആബ്സെൻറ്റ്, പോസിറ്റീവ്, കാരണം അതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. ഹി ഈസ് നോട്ട് പ്രസൻറ്റ്, നോട്ട് വന്നു. ജോൺ വോണ്ട് കം ടുമാറോ. വോണ്ട് അത് വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. അടുത്തത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവ ചോദ്യങ്ങളാണ്, അഥവാ ക്വസ്റ്റ്യൻ മാർക്കിൽ തുടങ്ങി ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ 2 തരമുണ്ട്. WH ക്വസ്റ്റ്യൻസ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അതായത് അതിൻ്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അതിനെ വെർബൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ 2 തരം ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇത്രയും 14 നമുക്ക് 14 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഉള്ളത്. വാട്ട് എന്ത്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിങ്ങളുടെ പേര്. വിച്ച് ഏത്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ. വെയർ എവിടെ. വെയർ ആർ യു ഗോയിങ്. വെൻ എപ്പോൾ. വൈ എന്തുകൊണ്ട്. ഹൂ ആര്. ഹൂസ് ആരുടെ. ഹൂം ആരെ. ഹൗ എങ്ങനെ. ഹൗ മെനി എത്ര എണ്ണം. ഹൗ മച്ച് എത്രമാത്രം. ഹൗ ഫാർ എത്ര ദൂരം. ഹൗ ലോങ് എത്ര സമയം. ഹൗ ഫാർ എപ്പോഴൊക്കെ. അതായത് വാട്ട് ഈസ് യുവർ നെയിം, ഹു ആർ യു, വെയർ ആർ യു ഗോയിങ്. അപ്പോൾ ഇതെല്ലാം ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ദാറ്റ് ഈസ് WH ക്വസ്റ്റ്യൻസ്. ആക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ്. ആക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് 24 ആക്സിലറി വെർബുകളുണ്ട്. 24 എണ്ണം ഉണ്ട്. ഈസ്, ആർ, ആം, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, മസ്റ്റ്, നീഡ്, ഔട്ട് ടു, ഡയർ, നീഡ് ടു. ഇത്രയാണ് ആക്സിലറി വെർബ്സ്. നെക്സ്റ്റ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ ഇവ കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ, നമ്മൾ മലയാളത്തിൽ ആജ്ഞ എന്ന് പറയും. റിക്വസ്റ്റ് അപേക്ഷ എന്ന് പറയും. അഡ്വൈസ് ഉപദേശം. വാണിംഗ് മുന്നറിയിപ്പ്. ത്രട്ടൻ ഭീഷണിയെ കാണിക്കുന്നു. ഇനി നമുക്കതിനെ കുറിച്ച് എക്സാമ്പിൾ നോക്കാം. കോൾ ദ വിറ്റ്നസ് കമാൻഡാണ്. അതുപോലെ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഓർഡറാണ്, ഇവിടുന്ന് പോകാൻ പറയാണ്. പ്ലീസ് ഗിവ് മീ എ പെൻ റിക്വസ്റ്റാണ്, എനിക്കൊരു പേന തരുമോ. ഡോണ്ട് സ്മോക്ക് അഡ്വൈസാണ്.
ഇവയെല്ലാം വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇവയ്ക്ക് സബ്ജക്റ്റ് ഇല്ല. ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് സബ്ജക്റ്റ് ഇല്ല, പക്ഷേ സൈലൻ്റ് ആയിട്ട് ഇതിനൊരു സബ്ജക്റ്റ് ഉണ്ട്. യു ആണത്. അടുത്ത എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ അവർ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി ആയിരിക്കും. ഇടയ്ക്ക് കുറച്ച് സൗണ്ട് കട്ടായിപ്പോയി. നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് അല്ലെങ്കിൽ ഹൗ എന്നീ ക്വസ്റ്റ്യൻ വേർഡ്സിലാണ് അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി പ്രോനൗണിൽ തുടങ്ങി എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്നു. ഇപ്പം ഒരു സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തന്നെയായിരിക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, അതിൻ്റെ ലാസ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഹൗ നൈസ് ഇറ്റ് ഈസ്, അതിനും ലാസ്റ്റാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. പക്ഷേ ഈ അലാസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടോ, ഇതിൻ്റെ ഇവിടെയാണ് വന്നത്. ഇതും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തന്നെയാണ്. കാരണം ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഹീ ഈസ് ഡെഡ്. അതിനെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളതിനെ ഇൻ്റർജെക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 20 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ആൻസർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ആൻസർ നോക്കാതെ ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ട് ചെയ്ത് നോക്കിയിട്ട് റീചെക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ എന്നിട്ടൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക് വന്നാൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ഇൻറ്ററോഗേറ്റീവ്. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസേർട്ടീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിലാണെങ്കിൽ ഇമ്പറേറ്റീവ്. ഡോണ്ട് എന്ന വാക്കിൽ തുടങ്ങി പിന്നെ ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പറേറ്റീവ്. ഡോണ്ട് എന്ന വാക്കിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇൻ്ററോഗേറ്റീവ്. ING തുടങ്ങി ഫുൾ സ്റ്റോപ്പിലാണെങ്കിൽ അസർട്ടീവ്. ഫയർ, സൈലൻസ് അങ്ങനെയുള്ള 1 വേർഡ്സ് ഉണ്ട്. ഇത് ഇമ്പറേറ്റീവാണ്.